ഹലോ നമസ്തേ, കഫ്ലീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മുടെ പരിപാടി? ഇന്നത്തെ പരിപാടി നമ്മുടെ കേരള സ്റ്റേറ്റ് അവാർഡ് 50 ദിവസത്തെ കേരള സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളല്ലേ നോക്കാം. അത് തന്നെ പറയാം. എന്താണ് മികച്ച നടൻ മമ്മൂക്ക. മികച്ച നടൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി. പ്രിയപ്പെട്ട മമ്മൂക്ക മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ അവാർഡല്ല. ഇതിനു മുമ്പും എത്രയോ തവണകൾ 6 തവണ ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ട്. 1984 അടിയൊഴുക്കുകൾ, 89 വടക്കം വീരഗാഥ, 93 വിധേയൻ, 2004 കാഴ്ച, 2009 പാലരി മാണിക്യം, 2022 നൻപകൽ നേരത്തെ മയക്കം, പിന്നെ നമ്മുടെ 2024 ബ്രഹ്മയുഗം. അങ്ങനെയാണ് ഇവിടെ കയ്യിലുള്ള സ്റ്റേറ്റ് അവാർഡുകൾ. അങ്ങനെ പിന്നെ നമ്മൾ പറയാനുള്ള മികച്ച നടി ഷംല ഹംസ. ഫെമിനിസ്റ്റ് ഫാത്തിമയല്ലേ? അത് ഫെമിനിസ്റ്റ് ഫാത്തിമയ്ക്ക് മുമ്പ് ഇതുപോലത്തെ അവാർഡ് പരിഗണന വന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയോ അവാർഡ് ലിസ്റ്റിലും കാര്യങ്ങളിലൊക്കെ. ഷംല ഫാത്തിമയ്ക്ക് സിനിമയ്ക്ക്. പിന്നെ മികച്ച സിനിമ മഞ്ഞുമൽ ബോയ്സ്. നമ്മുടെ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. മഞ്ഞുമൽ ബോയ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്, സീൻ മാറ്റിയ സിനിമ. പിന്നല്ല, മലയാളത്തിന്റെ സീന് തന്നെ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ വളരെ വലിയ സ്വീകരണമായിരുന്നു സിനിമയ്ക്ക്. അത് അവർ തമിഴന്മാർ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അത് വൺ ഡേ വണ്ടർ ആണെന്ന്. അവര് ഒരിക്കലും മലയാള സിനിമയെ അത്രയും അങ്ങ് വായനോളം പുഴത്തിയിട്ടില്ല. ഇല്ല, നമ്മളിവിടെ സ്വീകരിക്കണ പോലെ ഒരിക്കലും. പക്ഷെ 2024 ശേഷം ഇപ്പൊ നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുന്നുണ്ട്. മികച്ച സംവിധായകൻ ചിദംബരം, മഞ്ഞുമൽ ബോയ്സ് ആണ്. പിന്നെ നമുക്കിപ്പോ എടുത്ത് പറയേണ്ട കാര്യമില്ല. അതുപോലെ ജനപ്രിയ ചിത്രം പ്രേമലു. തീർച്ചയായിട്ടും ആ സമയത്ത് ഏറ്റവും കൂടുതൽ നല്ല കളക്ഷൻ നേടിയ ഒരു പടമാണ്. പിന്നെ ജനപ്രിയ സിനിമയ്ക്ക് അർഹനായിട്ടുള്ള വേറെ ആവേശം ഉണ്ടായിരുന്നു. പിന്നെ മഞ്ഞുമൽ ബോയ്സ് ഉണ്ട്. പ്രേമലു ജനപ്രിയ സിനിമയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ കളക്ഷൻ നേടിയതും ഇതുപോലെ ഈ പറഞ്ഞ കണക്ക് മഞ്ഞുമൽ ബോയ്സ് ആ ടൈമിൽ തന്നെ, ഈ പ്രേമലു ആ ടൈമിൽ തന്നെ തമിഴ്നാട്ടിലൊക്കെ സ്വീകരിക്കപ്പെട്ട ഒരു പടമാണ്. പക്ഷെ മഞ്ഞുമൽ ബോയ്സിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഫാമിലി ഓഡിയൻസ് അധികം വന്നിട്ടില്ലടാ. കാരണം ആ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവം ടെൻഷൻ അധികം കേൾക്കുമെന്ന് വിചാരിച്ച് ഫാമിലീസ് അധികം മഞ്ഞുമൽ ബോയ്സിന് വന്നില്ല. കൂടുതൽ യൂത്തും ആ ഒരു സിനിമ ഇഷ്ടപ്പെടുന്നവരാണ് കയറിയത്. അതേസമയം റിയൽ ഇൻസിഡന്റ് ആയതുകൊണ്ട് തന്നെ പലർക്കും അത് ഡിസ്റ്റർബിംഗ് ആയിരുന്നു ആ സമയത്ത്. അത് പലരും പറഞ്ഞു ഫാമിലി ആയിട്ട്, പ്രത്യേകിച്ച് കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുള്ള. അതിന് ആവേശത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ അവിടെ ഫാമിലി ഓഡിയൻസ് പറഞ്ഞൊരു കമന്റ് ആണ്, എപ്പോഴും കള്ളും കഞ്ചാവും കാണിക്കുന്ന പിള്ളേരെ വഴിതെറ്റിക്കുന്നു പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഓരോ കമന്റുകളാണ്. അതല്ല സിനിമ ഒരിക്കലും ആരെയും നമ്മള് എന്താണ്, അത് സിനിമയായിട്ട് കാലത്തോളം നമുക്ക് അതൊരു പ്രശ്നമായി വരുന്നേ ഇല്ല. ഇപ്പൊ ആര്യതിക്കൊക്കെ പ്രേമലു മികച്ച പ്രേക്ഷകരുടെ സിനിമയാണത്. ജനപ്രിയ സിനിമ പ്രേമലു. പശ്ചാത്തല സംഗീതം BGM ആണ്. ബ്രഹ്മയുഗത്തിനാണ്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ബ്രഹ്മയുഗത്തിൽ അറിഞ്ഞ് നല്ല രീതിയിൽ. പിന്നെ ഇപ്പം ഡീസേറയിലും ക്രിസ്റ്റോ സേവിയർ തന്നെയല്ലായിരുന്നു. അടിപൊളി സാധനമായിരുന്നു. ഇങ്ങനെയുള്ള മറ്റേ നമ്മുടെ രാഹുൽ സദാശിവന്റെ പടങ്ങളിലെല്ലാം പ്രത്യേകിച്ച് ഹൊറർ എലമെന്റ്സ് കൊടുക്കുന്ന ചില നല്ല നല്ല സോങ് എലമെന്റ്സ് കൊടുത്തേക്കണ പുള്ളിയാണ്. അടുത്തത് മികച്ച സംഗീത സംവിധാനം സുഷിൻ ശ്യാം. 2024 സുഷിൻ ശ്യാമിന്റെ ഒരു വർഷം തന്നെയായിരുന്നു സത്യം പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ മികച്ച ഗാനരചയിതാവ് നമ്മുടെ വേടനാണ് കൊടുത്തത്. മറ്റേ കുപ്പായം. അത് സുഷിൻ ശ്യാമും വേടനും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ. നല്ല പാട്ടാണ്, നല്ല ഹിറ്റായ ഒരു പാട്ടാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടുകളിലും ഹിറ്റായ ഒരു പാട്ടാണ്. പിന്നെ പ്രത്യേക ജൂറി പരാമർശം ടൊവിനോ തോമസ് ആസിഫ് എടുത്ത് പറയേണ്ട കാര്യമാണ്. അപ്പോ ടൊവിനോ തോമസ് ARM അത് പ്രഖ്യാപനത്തിൽ തന്നെ പറഞ്ഞു, 3 വേഷങ്ങൾ 3 കാലഘട്ടം വളരെ മികച്ച രീതിയിൽ ചെയ്ത ഒരു ആക്ടറാണ് ടൊവിനോ തോമസ്. ആസിഫിലാണെങ്കിൽ കുറെ മറ്റേതുണ്ടായിരുന്നു, ലെവൽ ക്രോസ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് മറ്റേ അഡിഗോസ് അമിഗോസ് ഉണ്ടായിരുന്നു. ഇപ്പം ആസിഫ് അലിക്കോ മമ്മൂക്കോ ആയിരിക്കും മികച്ച അവാർഡ് എന്നായിരുന്നു. ആരടിക്കും എന്നായിരുന്നു ഒരു കോമ്പറ്റീഷൻ. രണ്ടുപേരും ഷെയർ ചെയ്ത് എടുത്തിരുന്നെങ്കിൽ ഒരു സന്തോഷം. എനിക്ക് കുറച്ച് ഡിസർവിംഗ് ഉണ്ടായിരുന്നു പോലെ തോന്നി. പ്രത്യേക ജൂറി പരാമർശം ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ നല്ല മികച്ച നടികളാണ്. പിന്നെ വിജയരാഘവനെ പറ്റി പറയണം. വിജയരാഘവൻ ഓഫ് കോഴ്സ് നമ്മളത് എങ്ങും ആരും പരാമർശിച്ച് കണ്ടില്ല. കാര്യം
മറ്റേ നമ്മുടെ കിഷ്കിന്ത കാണ്ഡത്തില് എനിക്ക് തോന്നുന്നു ആസിഫ് അലിയേക്കാൾ മികച്ചൊരു പെർഫോമൻസ് പുള്ളിയായിരുന്നു. പക്ഷെ എന്തോ ഒരു സ്പെഷ്യൽ ജൂറി പുരസ്കാരം പോലും കിട്ടിയില്ല. ഇവിടെ മികച്ച സ്വഭാവ നടൻ സൗബിനും സിദ്ധാർത്ഥ് ഭരതനുമാണ്. സിദ്ധാർത്ഥ് ഭരതൻ ഡിസർവിംഗ് ആണ്. പക്ഷെ സൗബിന് പകരം അവിടെ പറയേണ്ട വിജയരാഘവന്റെ പേരായിരുന്നു. പിന്നെ പറയാത്തൊരു പേരാണ് നമ്മുടെ അർജുൻ അശോകന്റെ പേര്. അർജുൻ അശോകനും ബ്രഹ്മയുഗത്തിൽ തന്നെ അർജുൻ അശോകനും അധികം ആരും കണ്ടിട്ടില്ല, അത് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അത് കുറച്ചുപേരുണ്ട് ഇങ്ങനെ കുറച്ച് അവാർഡുകൾ. വിജയരാഘവന്റെ പേര് ഇപ്പൊ നമ്മൾ പറഞ്ഞു, പക്ഷെ അവിടെയും പറയാത്ത പേരാണ് അർജുൻ അശോകന്റെ പേര്. തീർച്ചയായിട്ടും. സ്വഭാവ നടി ലിജോ മോൾ, മികച്ച ഗായകൻ ഹരിശങ്കർ, നല്ല ഒട്ടനവധി പാട്ടുകൾ പാടിയിട്ടുണ്ട്. മികച്ച ഗായിക സെബ ടോമി, ഗാനരചയിതാവ് ഹിരൺദാസ്. പിന്നെ മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് ആരാണ്? ബറോസിലാണ് മറ്റേ മന്ത്രവാദിയായിട്ട് വരുന്ന ലേഡിക്ക് ശബ്ദം കൊടുത്തതാണ്. അത് മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ശബ്ദം വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് 2024 വർഷത്തെ സിനിമകളും 55ാമത് സംസ്ഥാനം. ഇനി അടുത്തത് 56ാമത്തെ ഇത് പ്രഖ്യാപിക്കുമ്പം കുറെ കൂടെ ടഫാണ്. കാരണം ഒരുപാട് തുടരുമിലൂടെ ലാലേട്ടനുണ്ട്, മമ്മൂക്ക കളങ്കാവൽ, ഡീസറയിലൂടെ അതിപ്പോ ഏറ്റവും അവസാനം വന്ന ഒരു അച്ഛനും മോനും വരെയാണ്. അപ്പോ പിന്നെ കളങ്കാവൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. മമ്മൂക്കയുടെ വില്ലൻ വേഷമാണ്. അതായത് ഭ്രമയുഗം പോലെയും വിധേയം പോലെയൊക്കെ ഉള്ള ഒരു അങ്ങനത്തെ റോളാണ്. അപ്പൊ അത് ഒരിക്കലും മമ്മൂക്ക മോശം ആക്കത്തില്ല. മമ്മൂക്കയുടെ സർക്കിളിലുള്ള സാധനമാണ് കളങ്കാവൽ. അപ്പം മമ്മൂക്കയും മോഹൻലാലും ലാലേട്ടന്റെ മോനും ഒരുപോലെ മത്സരിക്കുന്നുണ്ട്. അപ്പൊ 2025 2024 പോലെ ആയിരിക്കില്ല, കുറച്ചും കൂടെ ടഫ് ആയിരിക്കും, നല്ല രസമായിരിക്കും. കുറച്ചും കൂടെ ആര് തൂക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി രസം. 2023 വരെ മലയാള സിനിമ എല്ലാവരും പെട്ടിക്കട വുഡ്, പരിപ്പട വുഡ് ഇങ്ങനെയൊക്കെയാണ് കളിയൊക്കെണ്ടിരുന്നത്. നമ്മള് റീലൊക്കെ ചെയ്യും. 2024 ആയപ്പോ തൊട്ട് ഹൈപ്പം കയറാൻ തുടങ്ങി. മഞ്ഞുമലിലൂടെയും ആടുജീവിതത്തിലൂടെയും പ്രമേയത്തിലൂടെയും പ്രേമലൂരിലൂടെയും അന്വേഷിപ്പും കണ്ടെത്തും, കിഷ്കിന്ത കണ്ടം, അങ്ങനെ ഒരുപാട്. പിന്നെ ഇഷ്ടം പോലെ ആവേശം തന്നെ നമ്മള് പണ്ട് ഇപ്പൊ ചുമ്മാ ഒരു പടം എടുത്ത് വയ്ക്കുന്നല്ലാതെ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി. അല്ലെ ഇപ്പം എങ്ങനെ ആളെ കയറ്റാം, അല്ലെങ്കിൽ ആളുകൾ കാണാൻ വരുന്ന ആളുകൾക്ക് എന്ത് പുതിയ അനുഭവം കൊടുക്കാം, അവർക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി സിനിമ എടുക്കാൻ തുടങ്ങി. അതാണ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ കഴിവുകളുടെ ഒരു കൂമ്പാരമാണ്. ഒരു സ്പാർക്ക് വീണാൽ മതി നമ്മൾ കത്തിക്കയറും. അപ്പൊ ആ ഒരു ലെവലിലാണ് പെർഫോമൻസ് 2024 2025 അതുപോലെയാണ്. 26 27 അത് തന്നെ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഫ്ലിക്സിന്റെ വക എല്ലാവിധ ആശംസിക്കുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ വിശേഷങ്ങളൊക്കെ. അപ്പം പുതിയ സിനിമാറ്റിക് വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളുമായി ഞങ്ങൾ